ഇന്നത്തെ സ്വരലയം സെഗ്മെന്റിലൂടെ നമ്മൾ ആദരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ മറ്റൊരു ഗായിക ശ്രീമതി പി മാധുരി. തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിരുന്നു. വിവാഹശേഷം ഡൽഹിയിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും രണ്ടും ഹൃദയസ്ഥമാക്കിയിരുന്നു. മ്യൂസിക് ക്രിട്ടിക് സുബ്ബുഡു അദ്ദേഹത്തിന്റെ ഒരു ഡ്രാമ ട്രൂപ്പിൽ ചേർന്ന് നാടകം അഭിനയിക്കുകയും അതോടൊപ്പം പാടുകയും ചെയ്തിരുന്നു. ആ നാടകം കാണാൻ ദേവരാജൻ മാസ്റ്റർ വന്നു. മാസ്റ്ററാണ് ആദ്യമായിട്ട് ഫിലിമിൽ പാടാൻ അവസരം കൊടുത്തത്. കടൽപ്പാലം എന്ന ചിത്രത്തിലെ കസ്തൂരി തൈലമിട്ടു എന്ന ഗാനം. മാധുര്യമ്മ ഒരു സകലകലാ വല്ലഭയാന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും തന്നെ നല്ലൊരു ഗായിക മാത്രമല്ല, നന്നായിട്ട് മിമിക്രി കാണിക്കും. മൂക്കുകൊണ്ട് നാദസ്വരം വായിച്ച് അത് ഞാനും കേട്ടിട്ടുണ്ട്. സിംഗാരവേലിനെ ദേവ എന്ന ഗാനം പല സ്റ്റേജുകളിലും പാടുകയും അതോടൊപ്പം നാദസ്വരത്തിന്റെ പോർഷൻ മൂക്കുകൊണ്ട് പാടുകയും ചെയ്യാറുണ്ടായിരുന്നു. ദേവരാജൻ മാസ്റ്റർക്ക് മാത്രം തന്നെ ഏകദേശം 400ഓളം പാട്ടുകൾ അമ്മ പാടിയിട്ടുണ്ട്. വാസുവിന് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയ സിംഗർ മാധുര്യമ്മ തന്നെയാണ്. ധാരാളം അവാർഡുകൾ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാണനാഥൻ എനിക്ക് നൽകിയ അന്ന ഗാനത്തിനും ഒരു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്ന അമ്മയുടെ ഗാനം 1973 റിലീസായ ഏണിപ്പടികൾ എന്ന ചിത്രത്തിലെ യാഹി മാധവ എന്ന ഗാനം. യാഹി മാധവ യാഹി കേശവ മാവദ കൈതവ വാദം താമനുസര സരസീരുഹലോചന യാതവ ഹരതി വിഷാദം യാഹി മാധവ യാഹി കേശവ മാവദ കൈതവ വാദം താമനുസര സരസീരുഹലോചന യാതവ ഹരതി വിഷാദം ജയ ജയ ദേവ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ജയ ജയ ദേവ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ. കല്യാണി കളവാണി ചൊല്ലം പിടി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. കല്യാണി കളവാണി ചൊല്ലം പിടി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. ആൺപൂവാടിയിലമ്പലപ്പുഴയുണ്ണി കണ്ണന് പൂജയ്ക്ക് പെൺപൂവാടിയിലാഹ മറ്റൊരു കാർവർണ്ണന് മാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലം പിടി ചൊല്ല്. എനിക്കൊരുപാട് പരിചയമുള്ള ചേച്ചിയാണ് മാധുര്യമ്മ. ഞാനുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് ഗാനമേളകൾക്ക് പാടിയിട്ടുണ്ട്. ഒരു പ്രത്യേകത, മനസ്സ് വളരെ ശുദ്ധമാണ്. ഉള്ളത് അമ്മ തുറന്നങ്ങ് പറയും. നന്നായ നന്നായി എന്ന് പറയും, നന്നായില്ല നന്നായില്ല എന്ന് പറയും. എനിക്ക് 2 പാട്ടേ പാടാൻ പറ്റുള്ളെങ്കിൽ അത്രേ പറ്റുമെന്ന് പറയും. അത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധുര്യമ്മ. മാത്രമല്ല ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയും പവർഫുൾ വോയിസ്, അതായത് ഈ ശബ്ദത്തിന്റെ പവർഫുൾനെസ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള വോയിസ് മറ്റൊരു ഗായികയ്ക്കുണ്ടോ എന്ന് സംശയമാണ്. അത്ര ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദമാണ് മാധുര്യമ്മയുടേത്. ഏകദേശം ഇപ്പൊ ചിത്ര പറഞ്ഞ പോലെ ഒരുപാട് സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളാണ് മാധുര്യമ്മ പാടിയിരിക്കുന്നത്. അല്ലാതെയും പാടിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളാണ്.
മാധവി അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട്. അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ അമ്പാടി തന്നിലൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിന്റെ ജന്മം കൊതിച്ചു ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺതുറന്നു. എല്ലാ ഭാഷയും അത് എന്താ പറയണ്ട, ആ ഭാഷയുടെ ഒരു ഉച്ചാരണം മനസ്സിലാക്കി പാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് മാധുര്യമ്മ. ആദ്യമായി ദേവരാമാഷിന്റെ അടുത്ത് ചാൻസ് ചോദിച്ച് ഡൽഹിയിൽ നിന്ന് മാധുര്യമ്മ വരുമ്പോൾ മാസ്റ്റർ പാട്ട് കേട്ടിട്ട് പറഞ്ഞു, മലയാള ഭാഷ എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് വന്ന ചാൻസ് ഇതാന്ന് പറഞ്ഞു. അങ്ങനെ മാധുര്യമ്മ തിരിച്ചു പോയിട്ട് നന്നായിട്ട് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് വന്നതിന് ശേഷമാണ് ദേവരാ മാസ്റ്റർ ചാൻസ് കൊടുത്തത്. അപ്പൊ ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മാധുര്യമ്മയുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. സുപ്രഭാതമായി സുമകന്യകേ സുഷുപ്തിയിൽ നിന്നുണരൂ സ്വർണരംഗമണിദീപമുയർന്നു സുധാമയി നീയുണരൂ സുപ്രഭാതമായി സുമകന്യകേ സുഷുപ്തിയിൽ നിന്നുണരൂ സ്വർണരംഗമണിദീപമുയർന്നു സുധാമയി നീയുണരൂ സുപ്രഭാതമായി